السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हज़रत मसीह मऊद अलैहिस्सलाम फरमाते हैं कि याद रखो कि इंसान को चाहिए कि हर वक्त और हर हालत में दुआ का तालिब. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഓർത്തുകൊള്ളുക, മനുഷ്യൻ ഇപ്പോഴും എല്ലാ അവസ്ഥയിലും ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. പറഞ്ഞു, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഇത് മുഖേന അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. അവനോടുള്ള അനുസരണത്തിനും കീഴ്വണക്കത്തിനും ഒരു ആവേശം ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ദൃശ്യം നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ ഫളലിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കാൻ കാരണമായി തീരേണ്ടതാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ വർധനവിനും കാരണമായി തീരേണ്ടതാണ്. എന്നാൽ ഞാൻ യാത്ര പോകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം അനേകം ഇരട്ടിയായി ഉണ്ടാകുന്നു. അള്ളാഹു തന്റെ ഫളല് കൊണ്ട് പരിപാടികളിൽ അനുഗ്രഹം ചൊരിയുന്നു. തബ്ലീഗും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളും വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തുന്നു. പിന്നീട് ജനങ്ങളിൽ ഇതിന്റെ സ്വാധീനവും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ജർമ്മൻ പര്യടനത്തിന് പോയപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം ജൽസ സാലാന ജർമ്മനിയിൽ പങ്കെടുക്കുക എന്നതായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള അധ്യാപനങ്ങളും പരിചയവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗമായിട്ടുള്ള പരിപാടികളും ഒരുക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ മനുഷ്യൻ എല്ലാ അവസ്ഥയിലും ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. തീർച്ചയായും ഇതുകൂടാതെ നമുക്ക് ഒരു ചുവട് പോലും വെക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനോട് പൂർണമായ സമർപ്പണത്തോടുകൂടി ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. എന്നിട്ട് പറഞ്ഞു, ദുആയോടൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു സ്വയം തന്റെ സിഫത്തുകളുടെ തിളക്കം കാണിച്ചുകൊണ്ട് തന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ദുആയേക്കാളും പരിശ്രമത്തെക്കാളും അനേകം ഇരട്ടിയായി നൽകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത് മുമ്പത്തേക്കാൾ കൂടുതലായി ഉണ്ടാകേണ്ടതാണ്. ഈ കാര്യം തന്നെയാണ് പിന്നീട് വിശ്വാസികളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ജനിപ്പിക്കുന്നത്.
അവനോടുള്ള അനുസരണത്തിന്റെ ഒരാവേശം ഉണ്ടാക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും കൂടുതൽ വർദ്ധിക്കുന്നതിനു വേണ്ടി ജർമ്മനിയിലെ ജൽസയിലും മറ്റു പരിപാടികളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായി. ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും സന്ദേശം വിശാലമായ നിലയിൽ ഈ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിശാലമായ ഭാഗങ്ങളിൽ വ്യാപിച്ചതും അല്ലെങ്കിൽ എത്തിച്ചേർന്നതും നമ്മെ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളെ സ്മരിക്കണം എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജർമ്മനി ജമാഅത്ത് വളരെയധികം നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൂടുതൽ കുമ്പിടേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനു വേണ്ടി ഹൃദയങ്ങളിലേക്ക് എത്തുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലാതെ സാധ്യമല്ല. ഒരു മനുഷ്യനും ഒരാളുടെയും ഹൃദയത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ അഭീഷ്ടം ഇല്ല എങ്കിൽ. മനുഷ്യൻ 1,00,000 പ്രാവശ്യം പരിശ്രമിച്ചാലും അള്ളാഹുവിന്റെ അഭീഷ്ടം ഇല്ല എങ്കിൽ ഒരു സന്ദേശവും സ്വാധീനം ചെലുത്തുകയില്ല. ചില സമയങ്ങളിൽ വളരെ ആവേശത്തോടെയുള്ള പ്രാസംഗികരുടെ പ്രസംഗങ്ങൾ സ്വാധീനം ചെലുത്താറില്ല. എന്നാൽ ഒരു സാധാരണഗതിയിൽ പൊതുവായ നിലയിലുള്ള സംസാരം സ്വാധീനം ഉണ്ടാക്കുന്നു. ഇതിന്റെ ദൃശ്യം നമുക്ക് ജൽസയിൽ കാണാൻ സാധിച്ചു. അവിടെ വന്ന അന്യരായിട്ടുള്ള അതിഥികൾ അവരുടെ അഭിപ്രായങ്ങളിൽ അതിന്റെ പ്രകടനം ഉണ്ടായി. അതിന്റെ ചുരുങ്ങിയ വിവരണം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതാണ്. ജർമ്മനിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കിഴക്കൻ യൂറോപ്പിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ജൽസയിൽ പങ്കെടുക്കുന്നതിനായി വന്നു. ഒരുപാട് പേർ അനഹമ്മദികളും മുസ്ലിങ്ങളുമാണ്. അവർ അഹമ്മദികളുമായുള്ള ബന്ധം കാരണം യാഥാർത്ഥ്യം അറിയുന്നതിനു വേണ്ടിയാണ് വരുന്നത്. പിന്നീട് കാലഘട്ടത്തിന്റെ ഇമാമിന്റെ ദാസരാൽ ഇത്രമാത്രം സ്വാധീനിക്കപ്പെടുന്നു, ബൈഅത്ത് ചെയ്ത് പ്രവേശിക്കുന്നു. ഈ വർഷവും ജർമ്മനി ജൽസ സലാനയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി മെസഡോണിയ, ബോസ്നിയ, കൊസോവോ, മോൺട്രിഗാറോ, ബൾഗാരിയ, അൽബാനിയ, ലാത്വിയ, റഷ്യ, ഹംഗറി, ലത്വിയ, ക്രൊയേഷ്യ, സിൽവേനിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സംഘങ്ങളിൽ വന്നിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ അയൽ രാജ്യങ്ങളായ ബെൽജിയം, ഫ്രാൻസ്, സ്വീഡൻ, സ്പെയിൻ, ഇറ്റലി ഇവിടങ്ങളിൽ നിന്നും നവാഹ്മദികളും അനഹ്മദി അതിഥികളും വന്നു. അതുപോലെ തന്നെ ജർമ്മനിയിൽ വസിക്കുന്ന റഷ്യൻ രാജ്യങ്ങളിലെ അഹമ്മദികളും അനഹ്മദികളും അതുപോലെ തന്നെ തുർക്കിയിലെ അഹമ്മദികളും അനഹ്മദി സഹോദരന്മാരും വലിയ സംഖ്യയിൽ പങ്കെടുത്തു. ഇവരെല്ലാവരുമായി മുലാഖാത്തും നടന്നു, ചോദ്യോത്തരവും നടന്നു. 1-2 അഭിപ്രായങ്ങൾ ഞാൻ കേൾപ്പിക്കാം. അൽബാനിയയിൽ നിന്ന് 16 ആളുകൾ വന്നിരുന്നു. 2 പേർ ജൽസയുടെ പരിപാടികൾ കണ്ട് ബൈഅത്ത് ചെയ്തു. ഒരു സഹോദരൻ എൽവിൻ യുവേപ്പ സാഹിബ് തന്റെ ഭാര്യയോടൊപ്പം ജൽസയിൽ പങ്കെടുത്തു. ഇവർ 2 പേരും നിയമവകുപ്പുമായി ബന്ധപ്പെട്ടവരാണ്. ഇദ്ദേഹം സ്വയം അഹമ്മദിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ജൽസക്ക് മുമ്പ് ബൈഅത്ത് ചെയ്തിരുന്നില്ല. എന്നാൽ അൽഹംദുലില്ലാ ജൽസയിൽ പങ്കെടുത്ത് പിന്നീട് മുലാഖാത്തും നടത്തി ഇവർ ബൈഅത്ത് ചെയ്തു. പറയുന്നു, ജൽസയുടെ അനുഭവങ്ങൾ അങ്ങേയറ്റം അസാധാരണമായിരുന്നു. അതിൽ സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ദൃശ്യം അവർ കണ്ടു. പറയുന്നു, ഇത് എന്റെ ഹൃദയത്തെ അസാധാരണമായ വിധം സ്വാധീനിച്ചു. പറയുന്നു, എന്റെ ഭർത്താവ് നിയമവിദഗ്ധനാണ്, വക്കീലാണ്. അദ്ദേഹം എനിക്ക് തബ്ലീഗ് ഒരുപാട് ചെയ്തു. ഒരു ദീർഘകാലമായി അഹമ്മദിയത്തിന്റെ മനോഹാരിത എന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു. എന്നാൽ ഇന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അഹമ്മദിയ ജമാഅത്ത് സ്വീകരിക്കുകയാണ്. മുലാഖാത്ത് നടത്തിയപ്പോഴും അവർ തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരുന്നു.
വലിയ പ്രായമുള്ള ആളല്ല, യുവതിയാണ്. യുവാക്കളിലും യഥാർത്ഥ ഇസ്ലാം തിരിച്ചറിയുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ മറ്റൊരു സഹോദരൻ ഇബ്രാഹിം തർഷിയലോ സാഹിബ് മുലാഖാത്ത് നടക്കുമ്പോൾ അദ്ദേഹവും പ്രഖ്യാപിച്ചു, ഞാനിപ്പോൾ അഹമ്മദിയാവുകയാണ്. അങ്ങനെ ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ ചേർന്നു. പറയുന്നു, ഈ തീരുമാനമെടുക്കാൻ ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ചു. എന്നിരുന്നാലും ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ ചേരുന്നു. എന്റെ ഈ തീരുമാനം തികച്ചും ശരിയാണ്. കൊസോവോയിൽ നിന്ന് വരുന്ന ഒരു സാഹിബ്, അഗ്രോൺ സാഹിബ് പറയുന്നു, ഞാൻ കഴിഞ്ഞ വർഷവും വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജൽസയുടെ സംവിധാനത്തിൽ അസാധാരണമായ വിശാലതയും വ്യക്തമായ മാറ്റവും അനുഭവിച്ചു. ഈ വിശാലതയും മാറ്റവും പുരോഗതിയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ കാര്യം സംഘാടകരെ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിന് കൂടുതൽ കാരണമായി തീരേണ്ടതാണ്. നന്ദി പ്രകടനം വർദ്ധിക്കേണ്ടതാണ്. മെസഡോണിയയിൽ നിന്നും 62 അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സംഘം വന്നിരുന്നു. അതിൽ 14 പേർ ക്രിസ്ത്യാനികളായിരുന്നു. 27 അനഹമ്മദി മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ഇവർ ഏകദേശം 2000 കിലോമീറ്റർ 36 മണിക്കൂർ നീണ്ട യാത്ര ചെയ്ത ശേഷമാണ് എത്തിയത്. ഇവരിൽ 2 TV ചാനലിലെ 2 പത്രപ്രവർത്തകനും ഉണ്ടായിരുന്നു. വിവിധ ദൃശ്യങ്ങൾ ഇവർ ഷൂട്ട് ചെയ്തു. വിവിധ ആളുകളുടെ ഇന്റർവ്യൂവും എടുത്തു. അവർ പറയുന്നു, ഞങ്ങൾ അവിടെ പോയി തയ്യാറാക്കുന്ന തങ്ങളുടെ TV പ്രോഗ്രാമിൽ ഇത് കാണിക്കുന്നതായിരിക്കും. മെസഡോണിയയിൽ നിന്ന് വന്ന ഒരു അതിഥി പറയുന്നു, ജൽസയിൽ പങ്കെടുത്ത് ഇതിന്റെ ഓർമ്മകളോടൊപ്പമാണ് തിരിച്ചു പോകുന്നത്. ജൽസയുടെ ജോലി ഏതൊരു സ്ഥാപനത്തിനും ബുദ്ധിമുട്ടോടുകൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ്. മറിച്ച് ഞാൻ പറയും, ഒരു വലിയ രാജ്യത്തിനു പോലും ഇത്ര നിലവാരമുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധ്യമല്ല. മെസഡോണിയയിൽ നിന്നുള്ള ഒരു സാഹിബ് പറയുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര നല്ല മനുഷ്യരെ കണ്ടുമുട്ടുന്നത്. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ച ഇസ്ലാമിന്റെ സന്ദേശമാണ്. നിങ്ങളുടെ ചുവരുകളിൽ എഴുതിയിരിക്കുന്ന ഈ സന്ദേശം അത് കേവലം വാക്കുകളല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ എന്റെ ഹൃദയത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു. മെസഡോണിയയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു അതിഥി ടോണി സാഹിബ് പറയുന്നു, ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ലോകത്തിലെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതായിരുന്നു ഏറ്റവും നല്ല പരിപാടി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിരുന്നു. ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. എല്ലാവരും അള്ളാഹുവിന്റെ പക്കൽ സമന്മാരാണ് എന്ന കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചു. എല്ലാ സഹോദരന്മാരിലും സഹനം ഉണ്ട്. മതവർഗ ഭാഷ വൈവിധ്യങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു അമുസ്ലിം എന്ന നിലയിൽ ഈ കാര്യം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മെസഡോണിയയിൽ നിന്ന് വന്ന മറ്റൊരു അതിഥി പറയുന്നു, ജൽസയിൽ ആദ്യമായിട്ടാണ് പങ്കെടുത്തത്. എന്നെ സംബന്ധിച്ചെല്ലാം പുതിയതായിരുന്നു. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ജമാഅത്തും ഉണ്ട് എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഈ ജൽസയിൽ പങ്കെടുത്തതിനു ശേഷം ഞാൻ സ്വയം വൈജ്ഞാനികമായി ഉയർന്നതായി മനസ്സിലാക്കുന്നു. എനിക്ക് അഹമ്മദിയത്തിനെ കുറിച്ച് അധികം അറിവും അനുഭവവും ലഭിച്ചിരിക്കുന്നു. ഞാൻ ഈ ജമാഅത്തിന്റെ തന്നെ ഭാഗമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇത്രയും സംഖ്യയിൽ ജനങ്ങൾ ഒരുമിച്ചു കൂടുന്നതും എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. ഇദ്ദേഹം ഞാനുമായി മുലാഖാത്ത് നടത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളിൽ നിന്ന് കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. ഞങ്ങളും അഹമ്മദികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇദ്ദേഹം തന്നെ സ്വയം ചോദിച്ചതായിരുന്നു, അഹമ്മദികളും അനഹമ്മദികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയുന്നു, ഞാൻ താങ്കളിൽ നിന്ന് കേട്ടതെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ജമാഅത്തിനോടുള്ള എന്റെ സന്ദേശം ഇതാണ്: എന്റെ രാജ്യത്തും ജമാഅത്ത് സ്ഥാപിതമായിട്ടില്ലാത്ത മറ്റു രാജ്യങ്ങളിലും അഹമ്മദിയത്തിന്റെ മിഷണറിമാരെ അയക്കണം. എന്നിട്ട് അവരുടെ ജനങ്ങൾക്ക് അഹമ്മദിയത്ത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഒന്നും രണ്ടുമല്ല, മറിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. മെസഡോണിയയിലെ സംഘത്തിലെ അതിഥി ദോഗാൻ സാഹിബ് പറയുന്നു,
മുസ്ലിങ്ങളുമായി ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് പരിചയപ്പെടുന്നത്. ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടു. ഇവിടെ മുസ്ലിങ്ങൾ ഞങ്ങളെ മുമ്പേ അറിയുന്നത് പോലെ സ്വീകരിച്ചു. ബോസ്നിയയിലെ ഒരു സാഹിബ് പറയുന്നു, മുമ്പ് ഇദ്ദേഹത്തിന് ജമാഅത്തുമായി ഇത്ര ദൃഢതരമായ ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമുമായി മുലാഖാത്ത് നടത്തിയതിനു ശേഷം അദ്ദേഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. ജമാഅത്തിനോടും പ്രത്യേകിച്ച് ഖലീഫത്തുൽ മസീഹിനോട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ ബഹുമാനം ഉണ്ടായിരിക്കുന്നു. സ്വീഡനിൽ നിന്ന് ഒരു റഷ്യൻ കുടുംബം വന്നിരുന്നു. അവരുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, അതിദോറി സാഹിബ്. അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം ജൽസയിൽ പങ്കെടുത്തു. ഇദ്ദേഹം 2013 അഹമ്മദിയത്ത് സ്വീകരിച്ചത്. എന്നാൽ ഞാനുമായി മുലാഖാത്ത് നടത്തിയിരുന്നില്ല. മുലാഖാത്തിന് ശേഷം വളരെ വികാരഭരിതനായിരുന്നു. കൂടെ കൂടെ മുലാഖാത്ത് സാധ്യമാവും എന്ന് വിചാരിച്ചിരുന്നില്ല. എന്തോ കാരണം കൊണ്ട് അവസരം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വളരെ ആവേശത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുറബി സാഹിബ് എഴുതുന്നു, വരുന്ന സമയത്ത് ഓരോ 2 മണിക്കൂറിന് ശേഷവും നിൽക്കാൻ വേണ്ടി പറയും, തന്റെ കാലുകൾ അല്പം തടവി ശരിയാക്കുന്നതിന് വേണ്ടി. എന്നാൽ തിരിച്ചു പോയപ്പോൾ 17 മണിക്കൂർ യാത്ര ഇദ്ദേഹം എവിടെയും നിൽക്കാതെ ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് താങ്കൾ വഴിയിൽ എവിടെയും നിന്നില്ല? അദ്ദേഹം പറഞ്ഞു, ജൽസയുടെ അനുഗ്രഹമാണ്. എന്റെ കാലുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി എനിക്ക് തോന്നിയത് തന്നെയില്ല. മറ്റൊന്ന് ക്രൊയേഷ്യൻ സംഘമായിരുന്നു. അതിലെ ഒരംഗം യസീഫ സാഹിബ പറഞ്ഞു, ജൽസാലയിൽ വരുന്നതിനു മുമ്പ് ഞാൻ ജമാഅത്തിന്റെ ഇപ്പോഴത്തെ തലവന്റെ ഗ്രന്ഥം വേൾഡ് ക്രൈസിസ് ആൻഡ് പാത്വേ ടു പീസ് വായിച്ചു. അതേപോലെ തന്നെ 2014 15 സമാധാനത്തിന്റെ സിംബോസിയത്തിലെ ഖലീഫത്തുൽ മസീഹിന്റെ 2 പ്രസംഗങ്ങളും വായിച്ചു. ജമാഅത്തിന്റെ നേതാവ് ചില കാര്യങ്ങളിൽ വളരെ കഠിനമായ കാഴ്ചപ്പാട് ഉള്ള ആളാണ് എന്നാണ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ചിന്താഗതി മുലാഖാത്തിലൂടെ ഇല്ലാതായി. അതിനുശേഷം അവർ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താൻ തുടങ്ങി. ഹംഗറിയിലെ ഒരു സുഹൃത്ത് നസീബി സാഹിബ് ജൽസയിൽ പങ്കെടുത്തു. പോലീസ് വകുപ്പിൽ വിവിധ സ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹംഗറിയിലെ പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു ഫണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് മുഖേന അദ്ദേഹം മനുഷ്യ സേവനം നടത്തുന്നു. മതപരമായി ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ഇദ്ദേഹം തന്റെ ഹൃദയാവേശം ഇപ്രകാരം പ്രകടിപ്പിക്കുന്നു: ചെറിയവരും വലിയവരും എല്ലാവരും പരസ്പരം സലാം പറയുന്നു, സ്നേഹത്തോടുകൂടി കൂടിക്കാഴ്ച നടത്തുന്നു. എനിക്ക് ഇവരുടെ ഭാഷ മനസ്സിലായില്ല, എന്നാൽ ഇവരുടെ മുഖത്തിന്റെ ഭാവത്തിൽ നിന്ന് ഇവർ സ്നേഹം വിതരണം ചെയ്യുന്നതായി തോന്നി. ഞാൻ ലോകം കണ്ടിട്ടുണ്ട്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടില്ല. എന്നിൽ ഈ ജൽസയുടെ അത്ഭുതകരമായ സ്വാധീനമുണ്ടായിരിക്കുന്നു. തീർച്ചയായും ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കും എന്നെ അറിയുന്നവർക്കും അഹമ്മദിയത്തിന്റെ ജൽസയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കും. ഹംഗറിയിൽ തന്നെയുള്ള ഗാബൂർ പീറ്റർ സാഹിബ് പറയുന്നു, ഇദ്ദേഹം മതപരമായി യഹൂദിയാണ്. പറയുന്നു, ജൽസയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തോട് നമ്മുടെ മുബല്ലിഗ് സാഹിബ് പറഞ്ഞു, ജൽസയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തോട് ഇസ്ലാമിനെയും യഹൂദിയത്തിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ചില സമയങ്ങളിൽ വക്രസംഭാഷണം നടത്തുമായിരുന്നു. എന്നാൽ പിന്നീട് ഞാനുമായി ഇദ്ദേഹം മുലാഖാത്ത് നടത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്നതിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഞാൻ സ്വയം കണ്ടിരിക്കുന്നു നിങ്ങൾ ഈ മോട്ടോ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഹംഗറിയിൽ ജമാഅത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും അദ്ദേഹം സഹായിക്കുന്നതായിരിക്കും. ഈ മാറ്റമാണ് അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
से आने वाले वक्त में एक दोस्त इस्माइल साहब शामिल थे। ഹംഗറിയിൽ നിന്ന് വരുന്ന സംഘത്തിലെ ഒരു സുഹൃത്ത് ഇസ്മായിൽ സാഹിബും ഉണ്ടായിരുന്നു. ഇദ്ദേഹം ശരിക്കും ബൊർക്കിനോ ഫാസോയിൽ നിന്നുള്ള ആളാണ്. എന്നാൽ ഹംഗറിയിലാണ് താമസിക്കുന്നത്. അവിടെ കുറച്ചു കാലം മുമ്പ് ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന് 2 പെൺകുട്ടികളുണ്ട്. തന്റെ പെൺകുട്ടികളോടൊപ്പം ജൽസയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഹംഗേറിയൻ ആണ്. പറയുന്നു, പെൺകുട്ടികളെ ഒറ്റയ്ക്ക് ഞാൻ പോകാൻ അനുവദിക്കില്ല. താങ്കൾ മുസൽമാന്മാരുടെ ഇടയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളുടെ ഉമ്മാമ കൂടെ വന്നു. ഇവിടെ വന്ന് അദ്ദേഹത്തിൽ സ്വാധീനം ഉണ്ടാവേണ്ടത് ഉണ്ടായി എന്ന് മാത്രമല്ല, ഉമ്മാമയും പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ഇവർ ജൽസയുടെ വിവിധ പരിപാടികൾ കാണിച്ചു കൊടുത്തു, കണ്ടു. 1 കമ്മ്യൂണിറ്റി 1 ലീഡർ എന്ന വീഡിയോയും കാണിച്ചു. ഇതും അവരിൽ വലിയ സ്വാധീനം ചെലുത്തി. ജൽസാഗായിൽ എത്തുന്നതിനു മുമ്പ് പറഞ്ഞു, ഞാൻ തലമറക്കാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഏതായിരുന്നാലും അടുത്തുള്ള സ്ത്രീകളിൽ നിന്ന് തട്ടം സ്കാഫ് വാങ്ങി തലമറച്ചു. മുലാഖാത്ത് നടത്തിയപ്പോഴും വളരെയധികം വികാരഭരിതയായി. ഞാൻ കാണുന്നത് തികച്ചും മറ്റൊരു ലോകമാണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ സംശയവും പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. ജർമ്മനിയിലെ മറ്റൊരു സുഹൃത്ത് സുലൈമാൻ സാഹിബ് സെൻട്രൽ റിപ്പബ്ലിക് ഓഫ് ആഫ്രിക്കക്കാരനാണ്. പറയുന്നു, എനിക്ക് ജൽസയുടെ ക്ഷണം ലഭിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് 50-100 പേരുടെ ഒരു യോഗമായിരിക്കും. അതിൽ കുറച്ചു നേരം സംസാരിക്കും, ഭക്ഷണവും ഉണ്ടായിരിക്കും. പിന്നീട് എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്നാൽ ഇവിടെ വന്നതിനു ശേഷം എന്റെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറി. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. എനിക്ക് ജൽസയുടെ ദൃശ്യത്തിന്റെ മാസ്മരികത കൊണ്ട് പുറത്ത് വരാൻ സാധിച്ചില്ല. ഇവിടെയുള്ള എല്ലാം തന്നെ മാസ്മരികമാണ്. താങ്കളുടെ തബ്ലീഗ് ചെയ്യുന്ന രീതി തന്നെ വ്യത്യസ്തമാണ്. ഇതുപോലെ തബ്ലീഗ് ചെയ്യുകയാണെങ്കിൽ നിഷേധിക്കുന്നത് ഒരു നിർഭാഗ്യം തന്നെയായിരിക്കും. മോണ്ടിനെഗ്രോയിൽ നിന്ന് വരുന്ന ഒരു സാഹിബ് റാഗേബ് ഷക്താഫി സാഹിബ് പറയുന്നു, ഞാൻ പ്രസംഗങ്ങൾ കേട്ടു, സംവിധാനങ്ങൾ കണ്ടു. അസാധാരണമായ കാര്യങ്ങൾ ആയിരുന്നു. അതുപോലെ രാജീബ് സാഹിബ് പറയുന്നു, മോണ്ടിനെഗ്രോയിൽ മുസ്ലിങ്ങളുടെ അടുക്കൽ പൊതുവിൽ ഇതാണ് പ്രസിദ്ധം. നഊദുബില്ല, അഹമ്മദിയ ജമാഅത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നില്ല. എന്നാൽ ഏതൊരാളാണോ അടുത്തുനിന്ന് ജമാഅത്തിനെ കാണുന്നത് അയാൾക്ക് പെട്ടെന്ന് തന്നെ വ്യക്തമാകുന്നു ഇത് കേവലം മൗലവിമാർ പരത്തിയ കളവ് ആണ് എന്ന്. മറാക്കഷിലെ ബെൽജിയത്തിൽ താമസിക്കുന്ന ഒരു സുഹൃത്ത് പറയുന്നു, എന്റെ വികാരങ്ങളെ പ്രകടമാക്കാൻ സാധ്യമല്ല. എന്റെ ആത്മാവിന്റെ അടിത്തട്ട് വരെ സ്വാധീനിച്ച ഒരാത്മീയ ദൃശ്യമാണിത്. ഇസ്ലാമിന്റെ ശരിയായ ചിത്രം എനിക്കിവിടെയാണ് കാണാൻ സാധിച്ചത്. കാലത്തിന്റെ ഖലീഫയെ കണ്ടും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടും അഹമ്മദിയത്തിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു. അല്ലാഹു, ഞാൻ ദീനിന്റെ സേവകനും ഞാൻ മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നവനും ആകുന്ന വിധത്തിൽ എനിക്ക് ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഒരു ജർമ്മൻ സുഹൃത്ത് ഹേക്കോ ഫെനിക്കൽ സാഹിബ് പറയുന്നു, അഹമ്മദിയത്തിനെ അറിയാനുള്ള എന്റെ ആദ്യത്തെ അവസരമായിരുന്നു ഇത്. എന്നിട്ട് എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അഥവാ മുഴുവൻ മനുഷ്യരും ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മുഴുവൻ ലോകത്തും സമാധാനം വ്യാപിക്കും. ഞാൻ എന്റെ പ്രതീക്ഷയേക്കാൾ അധികമായി ഇവിടെ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫ്രാൻസിലെ ഒരു നവ അഹമ്മദി ആൻലി അൻഫാൻ സാഹിബ് കോമറോസ് ദ്വീപിൽ താമസിക്കുന്ന ആളാണ്. 3 ആഴ്ച മുമ്പാണ് ഇദ്ദേഹം ബൈഅത്ത് ചെയ്തത്. പറയുന്നു, ഞാൻ മുസൽമാനായിരുന്നു.
എന്നാൽ സ്ഥിരചിത്തത ലഭിച്ചിരുന്നില്ല. ഇന്നലെ ഖലീഫത്തുൽ മസീഹിന് പിന്നിൽ ജുമാ നമസ്കരിച്ചപ്പോൾ എനിക്ക് വളരെയധികം നിർവൃതി തോന്നി. നമസ്കാരത്തിൽ ആദ്യമായി കരച്ചിൽ വന്നു. ജമാഅത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്റെ എല്ലാ ജോലികളും മുടങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ അഹമ്മദിയ ആയതു മുതൽ എന്റെ എല്ലാ ജോലികളും എളുപ്പമായി. ദിവസവും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. ഒരു വിദ്യാർത്ഥി എഗ്രോസ് പറയുന്നു, ഇവിടെ വരുന്നതിന് മുമ്പ് ഇലക്ട്രോണിക് മീഡിയ കാരണം ഇസ്ലാമിനെ കുറിച്ച് എന്റെ ഉള്ളിൽ വളരെ തെറ്റായ ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. അത് പ്രസംഗങ്ങളും ജൽസയുടെ പരിപാടികളും കണ്ട് പൂർണ്ണമായും വ്യത്യസ്തമായി തോന്നി. ആളുകളുടെ പെരുമാറ്റം പൂർണ്ണമായും പോസിറ്റീവായിരുന്നു. ഇന്ന് നിങ്ങളുടെ സഹവാസത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ കാണുന്നു. ഇതുപോലെ ആളുകളുടെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ലഥാൻവേയിൽ നിന്ന് വന്ന ഒരു വക്കീൽ പറയുന്നു, ഞാൻ ജൽസയിൽ പങ്കെടുത്ത് വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖലീഫയുടെ പ്രസംഗങ്ങൾ കേട്ടു. ഇസ്ലാമിനെ കുറിച്ച് എന്റെ ആദ്യത്തെ അനുഭവമാണിത്. ഇവിടെ വന്ന് എനിക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ കുറിച്ച് അറിയാൻ സാധിച്ചു. ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു വക്കീൽ എന്ന നിലയിൽ ലഥാൻവേയിൽ നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ സഹായത്തിനായി പൂർണ്ണമായും പരിശ്രമിക്കും. നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ബോസ്നിയയിൽ നിന്നും ഉള്ള ഒരു സാഹിബ് പറഞ്ഞു, ഖലീഫത്തുൽ മസീഹ് ജീവനുള്ള ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതി മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് അള്ളാഹു ഇന്നും ജീവനോടെ ഉണ്ട് എന്ന് വാദിക്കുകയും അത് കാണിക്കുകയും ചെയ്യുന്ന ഏക ജമാഅത്ത്. ഈ കാര്യം അദ്ദേഹം വളരെ ലളിതമായ വാക്കുകളിൽ എന്നാൽ ഉന്നതമായ നിലയിൽ വിവരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. ജർമ്മനിയുടെയും ബെൽജിയത്തിന്റെയും ബോർഡറിൽ താമസിക്കുന്ന മറ്റൊരു സാഹിബ് മുമ്പ് മുസൽമാനായിരുന്നു. പറയുന്നു, ജർമ്മൻ ജൽസയിൽ വരുന്നതിനു മുമ്പ് ഞാൻ മതത്തെയും ജമാഅത്തിനെയും പ്രാധാന്യത്തോടെ എടുത്തിരുന്നില്ല. എന്നാൽ ജൽസയിൽ പങ്കെടുത്ത് എന്റെ ഹൃദയാവേശത്തിന്റെ അവസ്ഥ തന്നെ മാറിയിരിക്കുന്നു. ഏതൊരു ജമാഅത്തിനെയാണോ ഞാൻ പ്രാധാന്യം നൽകാതിരുന്നത്, അതേ ജമാഅത്ത് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ എനിക്ക് ജൽസ സാലാനയുടെ രൂപത്തിൽ കാണിച്ചു തന്നു. പിന്നെ അദ്ദേഹം തന്റെ ദീർഘമായ ഒരു സ്വപ്നത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ജർമ്മൻ നവാഹ്മദി ഫെഡറിക് സാഹിബ് പറയുന്നു, എനിക്ക് ഇന്ന് ബൈഅത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു. അതിനുള്ള കാരണം ജർമ്മൻ അതിഥികളോടുള്ള ഖലീഫത്തുൽ മസീഹിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗമായിരുന്നു. എനിക്ക് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ ഖിലാഫത്തിലൂടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം കാണാൻ കഴിഞ്ഞു. എന്റെ ഹൃദയം സ്നേഹം കൊണ്ടും പ്രകാശം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അബ്ദുല്ല സാഹിബ് സിറിയൻ ആണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് കുറെ വർഷമായി അഹമ്മദിയാണ്. ഇദ്ദേഹം തന്റെ പിതാവിനോടൊപ്പം റഷ്യയിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പഠനാവശ്യാർത്ഥം ഹോളണ്ടിൽ താമസിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പിതാവിലൂടെ ഇദ്ദേഹത്തിന് തബ്ലീഗ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ബൈഅത്ത് ചെയ്തിരുന്നില്ല. ജൽസയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് മുബല്ലിഗ് സാഹിബുമായി സ്ഥിരമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരം നടക്കുമായിരുന്നു. എന്നിട്ടും ഇദ്ദേഹം അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. മുബല്ലിഗ് സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ ദുആ ചെയ്യുക. പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു മാർഗദർശനം നൽകണം എന്ന വേദനയോടുകൂടി ദുആ ചെയ്യുക. ജൽസയുടെ രണ്ടാമത്തെ ദിവസം എന്റെ പ്രസംഗം നടന്ന ദിവസം തന്നെ അതിനുശേഷം തബ്ലീഗി അതിഥികളുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗ് മുമ്പാണ് നടന്നതെന്ന് അറിയില്ല. ഏതായിരുന്നു ഇദ്ദേഹം പങ്കെടുത്തിരുന്നോ എന്നറിയില്ല. പറയുന്നു, മുബല്ലിഗ് സാഹിബ് എന്നോട് പറഞ്ഞു, എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു തെളിവ് നൽകുക. നമ്മുടെ മുബല്ലിഗ് അദ്ദേഹത്തിന് തെളിവ് നൽകി. ചില പ്രവചനങ്ങളെക്കുറിച്ചും ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ചും പറഞ്ഞു, ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അള്ളാഹു എനിക്ക് അടയാളം കാണിച്ചു തന്നിരിക്കുന്നു. പറഞ്ഞു, ഞാൻ രാത്രിയിൽ അള്ളാഹുവിനോട് വളരെ വേദനയോടും ഉള്ളുരുക്കത്തോടും കൂടി ദുആ ചെയ്തു. രാത്രിയിൽ ഞാൻ ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടു
ഒരു വലിയ മതിലിൽ തിളക്കമുള്ള അക്ഷരത്തിൽ അൽ അഹമ്മദിയ എന്നെഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് അസാധാരണമായ പ്രകാശം നിർഗളിക്കുന്നു. ജർമ്മൻ അതിഥികളോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നു, ഇപ്പോൾ തന്നെ ഞാൻ അടയാളം ചോദിച്ചിരുന്നു. എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി, എനിക്ക് ഹദ്റത്ത് ഖലീഫത്തുൽ മസീന്റെ സാമീപ്യം ലഭിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഖലീഫത്തുൽ മസീന്റെ കൂടെ നിൽക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ. പറയുന്നു, കുറച്ചു സമയത്തിന് ശേഷം ഒരു നിമിഷ നേരത്തേക്കായി എന്നിൽ മയക്കം ഉണ്ടായതുപോലെ തോന്നി. ഞാൻ സ്റ്റേജിൽ ഖലീഫത്തുൽ മസീഹിന്റെ വശത്ത് നിൽക്കുന്നതായി കണ്ടു. പറയുന്നു, ഇതിനുശേഷം എന്റെ കണ്ണുകൾ തുറന്നു. പറയുന്നു, ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ് കേവലം സമാധാനത്തിനു വേണ്ടി മാത്രമാണ് ചോദിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്, ദുആക്കും ഈ സ്വപ്നത്തിനും ശേഷം എനിക്ക് തൃപ്തി കൈവന്നിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. അതുപോലെ തന്നെ അൽജസായറിൽ നിന്നുള്ള ഒരു സുഹൃത്ത് പറയുന്നു, എല്ലാ പ്രാവശ്യവും ജൽസയിൽ പങ്കെടുക്കൽ എന്റെ ഈമാനിലെ സാധാരണ വർധനവിന് കാരണമാകുന്നു. എല്ലാ പ്രാവശ്യവും അല്ലാഹുവിന്റെ അളവറ്റ സഹായങ്ങളുടെ ദൃശ്യങ്ങൾ കാണുന്നു. ജൽസയിൽ എനിക്ക് തോന്നി ഞാൻ സ്വർഗത്തിലാണ്. ഇവിടെ ഭാഷയുടെയും പ്രകൃതത്തിന്റെയും സമുദായത്തിന്റെയും വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നിട്ടും എല്ലാ ഭാഗത്തു നിന്നും അസ്സലാമു അലൈക്കും എന്ന ശബ്ദം സ്വർഗസ്ഥരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിരിക്കുന്നവരുടെ വാക്കുകൾ തഹിയത്തും ഫിഹാ സലാമ എന്നത് ഓർമ്മിപ്പിക്കുന്നു. ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ അതിഥി, ഇദ്ദേഹം ഇറ്റലിയിലെ ഒരു സംഘടന റിലീജിയൻ ഓഫ് പീസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. വത്തിക്കാൻ സിറ്റിയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. ഇതുകൂടാതെ കത്തോലിക് തിയോളജിയെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം നല്ലവണ്ണം സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹം തിരിച്ച് ഇറ്റലിയിൽ ചെന്ന് ലേഖനം എഴുതി. അത് ആയിരക്കണക്കിന് ആളുകൾ വായിക്കുന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ മാസികയാണ്. പറയുന്നു, ലേഖനത്തിൽ അദ്ദേഹം എഴുതി, ജൽസ സാലാനയുടെ ദൃശ്യം അങ്ങേയറ്റം അത്ഭുതകരമായിരുന്നു എന്ന് എനിക്ക് അംഗീകരിക്കേണ്ടതായി വരും. മനുഷ്യന്റെ ദൃഷ്ടികൾ എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന അക്ഷരങ്ങളിൽ എഴുതിയ വാക്കുകളിൽ പതിക്കുമ്പോൾ ആദ്യം മസ്തിഷ്കത്തിൽ ഉയരുന്ന ചോദ്യം ഇവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണോ എന്നുള്ളതാണ്. ഇവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ അന്തരീക്ഷം അത്ഭുതകരമായ സ്നേഹം കൊണ്ടും ഐക്യം കൊണ്ടും നിറഞ്ഞിരുന്നു. ഞാൻ സ്വയം എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്നു. വ്യത്യസ്ത സമുദായത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് യുവാക്കളും വൃദ്ധരും കുട്ടികളും കുടുംബവും ഒരു വ്യവസ്ഥാപിതമായ ജമാഅത്തിന്റെ പ്രാതിനിധ്യം വഹിക്കുന്നു. ഈ കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒരു വേതനവും സ്വീകരിക്കാതെ വോളണ്ടറിയായി ജോലി ചെയ്യുന്നു. എന്നല്ല, ഏതൊരാളാണോ എന്നെ ഹോട്ടലിൽ നിന്ന് ജൽസാഗാഹിലേക്ക് കാറിൽ കൊണ്ടുപോയിരുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം തന്റെ ജോലിയിൽ നിന്ന് ഈ ജൽസയ്ക്ക് വേണ്ടി ശമ്പളം വാങ്ങാതെ 2 ആഴ്ചത്തെ ലീവ് എടുത്തിരിക്കുകയാണ്. പിന്നീട് എന്നെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രസംഗത്താൽ വളരെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതായിരുന്നു. സ്നേഹവും സാഹോദര്യവും ഐക്യവും ഒരുമയും അദ്ദേഹത്തിന് ഈ വാക്കുകളിൽ നിന്ന് ലഭിച്ചു. ഈ ലേഖനം അദ്ദേഹം അവിടെ പ്രസിദ്ധീകരിച്ചു. ഒരു സിറിയൻ ഡോക്ടർ ജൽസയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, ഇത്രയും വ്യവസ്ഥാപിതമായ ഒരു സംഘടന ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്ക് 6 പേരെ നോക്കാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ 40,000-ഓളം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. ഒരു ഉന്തും തള്ളും ഇല്ല. ഞാൻ ഹൃദയം കൊണ്ട് ഹദ്റത്ത് മിർസ സാഹിബിനെയും അദ്ദേഹത്തിന്റെ ഖലീഫയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പറയുന്നു, ഞാൻ ബറാഹിനി അഹമ്മദിയ പൂർണ്ണമായും വായിച്ചിരുന്നു. അള്ളാഹുവാണ് സത്യം. 19-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെ പ്രതിരോധിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധം തീർത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പുസ്തകവും അറേബ്യയിലോ മറ്റൊരു ദേശത്തോ എഴുതിയിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു ഇദ്ദേഹത്തിന്റെ ഹൃദയം തുറക്കട്ടെ, സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അസാധാരണമായ സ്വാധീനമാണ് ഉണ്ടാകുന്നത്. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതും ചുരുക്കിയാണ് പറഞ്ഞത്. ജൽസയുടെ അനുഗ്രഹങ്ങൾ സാധാരണമാണ്. അതുപോലെ തന്നെ ചില അതിഥികൾക്കും അവരുടെ ചില അവകാശങ്ങൾ പേടിച്ചു പറഞ്ഞിട്ടുണ്ട്, നന്മ പറയാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് അതിഥികൾ പൊതുവിൽ ലജ്ജ കാരണം പറയാറില്ല. എന്നാൽ ഇവിടെ 2 സ്ത്രീകൾ അത്തരത്തിലുണ്ടായിരുന്നു. ഒന്ന് അൽബാനിയയിൽ നിന്നാണ്. അവർ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിച്ചു. സ്ത്രീകളിൽ ഞാൻ കണ്ടു, കറിയും റൊട്ടിയും വളരെയധികം പാഴാക്കി കളയുന്നു. ഒരുപാട് നന്മകൾ ഉള്ളിടത്ത് ഈ ബലഹീനതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതാണ്.
ജർമ്മനിയിലെ സംഘാടകർ, പ്രത്യേകിച്ച് ലജ്നകൾ, ഭക്ഷണം കഴിക്കുന്നവർ ഭക്ഷണം റൊട്ടിയും പാഴാക്കരുത്. ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കേണ്ടതാണ്. മെസഡോണിയയിൽ നിന്ന് വന്ന മറ്റൊരു വനിത താമസത്തെക്കുറിച്ച് പറഞ്ഞു. താമസം വളരെ ദൂരെയായിരുന്നു. വളരെയധികം യാത്ര ചെയ്തവർക്ക് വരേണ്ടതായി വന്നു. അതുകൊണ്ട് ക്ഷീണിച്ചു പോകുമായിരുന്നു. അത്തരം ആളുകൾക്ക് വേണ്ടി ജർമ്മനിയിലെ സംഘാടകർ സമീപത്ത് സംവിധാനം ഒരുക്കേണ്ടതാണ്. അതുപോലെ അഫ്സർ ജൽസ സാലാനെയും ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കാര്യങ്ങൾ സ്വയം നോട്ട് ചെയ്യുക എന്നത് തന്നെയാണ് പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഈ കാര്യത്തിലേക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ആളുകൾ ചപ്പു ചവറുകൾ വലിച്ചെറിയുന്നതാണ്. ശുചിത്വത്തെക്കുറിച്ച് പരസ്പരം ഭാവിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പിന്നീട് ഭക്ഷണത്തെക്കുറിച്ച് ചിലർ പറഞ്ഞു, ലങ്കർഖാനയിൽ തയ്യാറാക്കുന്ന ഭക്ഷണം ഒരേപോലെ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലർക്ക് പരാതിയുണ്ടായി. പാസ്തയും മറ്റും ഉണ്ടാവേണ്ടതായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ആത്മീയ ഭക്ഷണമാണ് ലഭിക്കുക. അത് കഴിക്കാനാണ് അഹമ്മദികൾ വരുന്നത്. അതുകൊണ്ട് അഹമ്മദികൾ ഇത്തരത്തിലുള്ള കാര്യം പറയാൻ പാടില്ല. ഏതൊരു ഭക്ഷണമാണോ ലഭിക്കുന്നത് അത് കഴിക്കേണ്ടതാണ്. ഒരു ഭക്ഷണം മാത്രമേ തയ്യാറാവുകയുള്ളൂ. ചില സമയത്ത് ചില ഡ്യൂട്ടിക്കാർ ചില കാര്യങ്ങളിൽ കാഠിന്യം കാണിക്കുന്നു. അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ആരെങ്കിലും ആവശ്യക്കാരാണ് എങ്കിൽ, അവരുടെ ആവശ്യം അനുവദനീയമാണ് എങ്കിൽ, നിയമത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടും അവരുടെ ആവശ്യം പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർ മൃദുലതയോടും എളുപ്പത്തിനും വേണ്ടി പെരുമാറേണ്ടതാണ്. ഏതായിരുന്നാലും പൊതുവിൽ ഇപ്രാവശ്യത്തെ ജൽസ സാലാനയുടെ സംവിധാനം വളരെ നല്ലതായിരുന്നു. അഫ്സർ ജൽസ സാലാനയും അദ്ദേഹത്തിന്റെ ടീമും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു. വലിയ സംവിധാനത്തിൽ ചില ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാകുന്നതാണ്. അത് നോക്കുക. ഭാവിയിൽ ഇൻഷാ അല്ലാഹു തആല കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. അള്ളാഹു എല്ലാ ഡ്യൂട്ടിക്കാർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. അവർ വളരെ അധ്വാനത്തോടുകൂടി ജോലി ചെയ്തു. പ്രതീക്ഷയേക്കാൾ കൂടുതൽ അതിഥികൾ വന്നിട്ടും അവർക്ക് കിടക്കകളും മറ്റും ഒരുക്കി. ആദ്യ ദിവസം രാത്രി പ്രശ്നമുണ്ടായി. എന്നാൽ അടുത്ത ദിവസം പരിഹരിച്ചു. നല്ല രീതിയിൽ പരിഹരിച്ചു. കഴിഞ്ഞ വർഷം ശബ്ദത്തിലും മറ്റും ഉണ്ടായിരുന്ന കുറവുകൾ അതും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദൂരീകരിച്ചു. ഏതായിരുന്നാലും ഞാൻ ഡ്യൂട്ടിക്കാർക്ക് നന്ദി രേഖപ്പെടുത്താറുണ്ട്. ഇവർക്കെല്ലാവർക്കും നന്ദി. ഇതുകൂടാതെ പര്യടനത്തിൽ ചില പള്ളികളുടെ ഉദ്ഘാടനവും നടന്നു. അതിനെക്കുറിച്ചും ഞാൻ ചുരുക്കി പറയാം. ആഖനിൽ പള്ളിയുടെ ഉദ്ഘാടനം നടന്നു. അവിടെ ഒരു ആഖൻ നഗരവാസി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, 2 വർഷം മുമ്പ് ഞാൻ യൂറോപ്യൻ പാർലമെന്റിലും ഖലീഫത്തുൽ മസീഹിന്റെ പ്രസംഗം കേട്ടിരുന്നു. ഇന്നും ഞാൻ യഥാർത്ഥത്തിൽ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരുന്നത്. നിങ്ങളുടെ ഖലീഫ കേവലം വലിയ ആളുകളുടെ മുന്നിലും പ്രധാന പ്ലാറ്റ്ഫോമിലും മാത്രമാണോ ഈ അധ്യാപനങ്ങൾ അവതരിപ്പിക്കുന്നത്, അതോ കഴിവ് കുറഞ്ഞ ചെറിയ ആളുകൾ പങ്കെടുക്കുന്ന മറ്റു പരിപാടികളിലും ഇത് പറയുന്നുണ്ടോ എന്ന് നോക്കുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും വേണ്ടിയാണ് വന്നത്. അവിടെയും സമാധാനത്തിന്റെ കാര്യമാണോ പറയുന്നത്? ഇവർ ഇരട്ടമുഖ പോളിസിയൊന്നുമല്ലല്ലോ നടക്കുന്നത് എന്ന് നോക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഖലീഫത്തുൽ മസീഹിന്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം യൂറോപ്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന അതേ അധ്യാപനങ്ങൾ തന്നെയാണ് കേൾപ്പിച്ചത്. അദ്ദേഹം എല്ലാവരോടും പരസ്പരം സ്നേഹിക്കാനും സമത്വം കൈക്കൊള്ളാനും സഹനശീലം കാണിക്കാനും പരസ്പരം നന്മയോടുകൂടി പെരുമാറാനും ഉപദേശിച്ചു. ഈ എല്ലാ കാര്യങ്ങളും എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഇതുപോലെ പട്ടണത്തിലെ മേയറും മറ്റുള്ളവരും ഉണ്ടായിരുന്നു. എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഹേസൺ സംസ്ഥാനത്തും പള്ളിയുടെ ബൈത്തുൽ വാഹിദിന്റെ ഉദ്ഘാടനം ഹനാക്കോയിൽ നടന്നു. ജില്ലാ കമ്മീഷണർ, അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റുമാണ്, അഭിപ്രായം പറഞ്ഞു. കാലത്തിന്റെ ഖലീഫയുടെ പ്രസംഗം ഞങ്ങളിൽ വളരെ നല്ല സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹം ആ മുസ്ലിം പൗരന്മാരോട് നേരിട്ട് സംസാരിച്ചു. എല്ലാവരും ഒരു ദൈവത്തിൽ നിന്നാണ് എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു. അതുകൊണ്ട്
പരസ്പര ബഹുമാനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പ്രശ്നങ്ങളെ സമാധാന മാർഗത്തിൽ ചരിച്ചുകൊണ്ട് പരിഹരിക്കുക. പറയുന്നു, ഈ പ്രസംഗം ഇന്റർനെറ്റിലും ലഭ്യമാക്കേണ്ടതാണ്. അവിടെയും അദ്ദേഹം ഈ ഉടനെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ ജർമ്മനിയിലെ മറ്റൊരു മെമ്പർ ഓഫ് പാർലമെന്റ്, അവർ വനിതയാണ്, പറയുന്നു, ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ ഫ്ലോറസൈൻ പട്ടണത്തിലെ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ചുള്ള ഭയം ഉണ്ടാകുമ്പോൾ നാം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശം നൽകേണ്ടതാണ്, അത്യാവശ്യമാണ്. ഇന്ന് ഇവിടെ അഹമ്മദിയ ജമാഅത്തിന്റെ പള്ളിയുടെ നിർമ്മാണം എല്ലാവരും ഒരുമിച്ച് നിന്ന് സമാധാനത്തോടും സന്തോഷത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു തരുന്നതാണ്. പള്ളി ഈ കാര്യത്തിന്റെ വ്യക്തമായ പ്രകടനമാണ്. അതായത് ഇത് അഹമ്മദികളുടെ രാജ്യമാണ്. ഇതുകൂടാതെയും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഒരു അഹമ്മദി പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും നല്ല അഭിപ്രായം രൂപപ്പെടുത്തുക എന്നത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ഖലീഫത്തുൽ മസീഹ് മുന്നോട്ട് വെച്ച ഈ ഇസ്ലാമിനെ കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇസ്ലാം സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും അധ്യാപനങ്ങളാണ് നൽകുന്നത്. ഇസ്ലാമിന്റെ ഈ ചിന്താഗതി വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. പള്ളിയുടെ നിർമ്മാണത്തിൽ ജോലി ചെയ്ത ഒരു എഞ്ചിനീയർ പറയുന്നു, എന്നെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളോടെല്ലാം ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ഈ പ്രസംഗം ചർച്ചിലെ പ്രസംഗം പോലെ കാണിച്ചുകൂട്ടൽ കൂടുതലുള്ള പ്രസംഗമായിരിക്കും എന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ ഒരു സാധാരണ, അതോടൊപ്പം ഒരു നല്ല പ്രസംഗമായിരുന്നു അത്. ഇലക്ട്രോണിക് മീഡിയ മുഖേന ഇതിന്റെയും പരിപാടികളുടെയും കവറേജും വളരെയധികം നടന്നു. മൊത്തത്തിൽ ഏകദേശം വിവിധ പത്രങ്ങളിലായി 88 വാർത്തകൾ പ്രസിദ്ധീകൃതമായി. അതുപോലെ തന്നെ 8 വിവിധ റേഡിയോ സ്റ്റേഷനുകൾ, 4 വിവിധ TV ചാനലുകൾ ഇതിനെക്കുറിച്ച് വാർത്തകൾ നൽകി. ഈ പത്രങ്ങളും റേഡിയോ സ്റ്റേഷനും TV ചാനലുകളും മുഖേന മൊത്തം 106-107 മില്യൺ ജനങ്ങളിലേക്ക് സന്ദേശമെത്തി. ജൽസ സാലാന ജർമ്മനിയുമായി ബന്ധപ്പെട്ട് വിവിധ പത്രങ്ങളിൽ മൊത്തം 36 വാർത്തകൾ പ്രസിദ്ധീകൃതമായി. ഈ പത്രങ്ങളുടെ വായനക്കാർ മൊത്തം 32 മില്യൺ ആണ് പറയപ്പെടുന്നത്. 3 റേഡിയോ സ്റ്റേഷനുകളും ജൽസയുമായി ബന്ധപ്പെട്ട് വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇവർക്കിടയിൽ ഈ റേഡിയോ സ്റ്റേഷൻ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ 4 വിവിധ TV ചാനലുകളും ജൽസ സാലാനയെ കുറിച്ച് വാർത്ത നൽകി. ഇതുകൂടാതെ ജൽസയുടെ അവസാന ദിവസം ഒരു വനിതാ പത്രപ്രവർത്തക എന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അത് 2 ഭാഗമായി ദൃശ്യരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടും. ഇത് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഓൺലൈൻ പത്രമാണ്. ഇതിന്റെ സർക്കുലേഷൻ 17.5 മില്യണിൽ കൂടുതലാണ്. ചുരുക്കത്തിൽ 2 വാർത്തകളുടെയും മൊത്തത്തിലുള്ള പ്രസിദ്ധീകരണം 34 മില്യൺ ആയിരിക്കും. പിന്നീട് പള്ളികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ പത്രങ്ങളിൽ 50നോടടുത്ത് വാർത്തകൾ വന്നു. ഈ പത്രങ്ങളുടെ വായനക്കാർ ഏകദേശം 62 മില്യണോട് അടുത്താണ്. 2 റേഡിയോ സ്റ്റേഷനും ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചു. ബൈത്തുൽ വാഹിദ് ഹനാക്കോയെ കുറിച്ച്. ഇതുകൂടാതെ ജർമ്മനിയിലെ പ്രസിദ്ധ TV ചാനൽ RTCയിലും ഇത് ഉദ്ഘാടന പരിപാടിയുടെ അവസരത്തിൽ ഒരു ഇന്റർവ്യൂ എടുക്കുകയും അത് അന്ന് വൈകുന്നേരം 2 മിനിറ്റ് 27 സെക്കൻഡ് വാർത്തയായി നൽകി. പിന്നീട് ആഖൻ പള്ളിയുടെ വാർത്ത 3 പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവിടുത്തെ പ്രാദേശിക പത്രങ്ങളാണ്. 1,16,000 വായനക്കാരുണ്ട്. പിന്നീട് ഒരു പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മം ഉണ്ടായിരുന്നു. അവിടുത്തെ പത്രങ്ങൾ വാർത്ത നൽകി. അത് വായിക്കുന്നവരുടെ എണ്ണം 6 മില്യൺ ആണ് പറയപ്പെടുന്നത്. ഫെസ്റ്റയിൽ പള്ളിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പത്രങ്ങളിൽ 4 വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ പത്രങ്ങളുടെ മൊത്തം വായനക്കാർ ഏകദേശം 26 ലക്ഷമാണ്. അതിൽ അവിടെയുള്ള ഒരു പത്രം ഡൈസിറ്റ്, അതിൽ എന്റെ ഒരു ഇന്റർവ്യൂവും പ്രസിദ്ധീകൃതമായി. അത് വായിക്കുന്നവർ ഏകദേശം 1.5 മില്യൺ ആണ്.
ഇതൊരു വാരികയാണ്. 1940 മുതൽ എല്ലാ വ്യാഴാഴ്ചയും പ്രസിദ്ധീകൃതമാകുന്നു. ഓസ്റ്റൺ 5 ലക്ഷം എണ്ണം വിൽക്കപ്പെടുന്നു. അത് വായിക്കുന്നവരുടെ എണ്ണം 1.5 മില്യണാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ ഇന്റർനെറ്റിൽ നോക്കുന്നവരുടെ എണ്ണം 5 മില്യണോട് അടുത്താണ്. ഈ ഇന്റർവ്യൂ എടുത്തത് ഒരു അഹമ്മദി പത്രപ്രവർത്തകനായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികളും ഇപ്പോൾ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ഇത് മുഖേന എത്തിക്കുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ അറിവിലും കാഴ്ചപ്പാടിലും കൂടുതൽ അനുഗ്രഹം നൽകട്ടെ. ജൽസ സാലാന സ്വന്തക്കാർക്ക് ആത്മീയവും ശിക്ഷണപരവുമായിട്ടുള്ള പുരോഗതിക്ക് മാർഗമാകുന്നതോടൊപ്പം അതിന്റെ പ്രകടനം സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ കത്തുകളിലൂടെ എന്നോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്യർക്കും ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം കാണിച്ചു കൊടുക്കാൻ കാരണമായിത്തീരുന്നു. ഇങ്ങനെ ബൈഅത്തും നടക്കുന്നു. ഒരുപാട് പേർ മുമ്പ് സംഘാടകരുടെ അറിവനുസരിച്ച് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഞാനുമായി മുലാഖാത്തും ഏതാനും ചോദ്യം ചോദിച്ചതിനു ശേഷം ബൈഅത്തിന് തയ്യാറായി. ഏതെല്ലാം അനുഗ്രഹത്തിനും ഔദാര്യത്തിനും മനുഷ്യന് നന്ദി രേഖപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു നമുക്ക് നൽകുന്ന ഏത് പാരിതോഷികത്തിനും നന്ദി പറയും. ഇനി ജമാഅത്തുകൾ ഈ അനുഗ്രഹത്തെ സംരക്ഷിക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. ഈ പുതിയ ബയ്യത്ത് ചെയ്യുന്നവരെ ഇവരെയും ശരിയായ രീതിയിൽ തങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കട്ടെ. ജൽസയുടെ ഈ അനുഗ്രഹം വിശാലമായ നിലയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കട്ടെ. അള്ളാഹു പങ്കെടുക്കുന്ന എല്ലാ ജമാഅത്ത് അംഗങ്ങൾക്കും ഈ അനുഗ്രഹത്തിന് സ്ഥിരമായ നിലയിൽ അനുഗ്രഹം കരസ്ഥമാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും യഥാർത്ഥത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരാക്കി തീർക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. അത് ബഹുമാനപ്പെട്ട റഷീദ ബേഗം സാഹിബ മുഹമ്മദ് ദീൻ സാഹിബ് ബദർ ദർവേഷ് കാദിയാന്റെ ഭാര്യയാണ്. ജൂൺ 1-ാം തീയതി 2015 76-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ ദേവ്ദുർഗ് കർണാടകക്കാരിയാണ്. അവരുടെ വിവാഹം ബഹുമാനപ്പെട്ട മുഹമ്മദ് ദീൻ സാഹിബ് ബദറുമായി നടന്നു. അദ്ദേഹം 313 പഴയ ദർവേശുകളിൽപ്പെട്ട ആളാണ്. മർഹൂമ എപ്പോഴും തന്റെ മക്കളെ നന്മയോടും തഖ്വയോടും ജീവിതം കഴിച്ചുകൂട്ടാനും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുവാനും ഉപദേശിച്ചിരുന്നു. ദർവേശായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിറഞ്ഞ ജീവിതവും വലിയ കുടുംബമായിരുന്നിട്ടും സഹനത്തിലും ദൈവതൃപ്തിയിലും എപ്പോഴും അടിയുറച്ചു നിന്ന് കഴിച്ചുകൂട്ടി. അവർക്ക് 4 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ട്. അവരുടെ 2 മക്കൾ ജമാഅത്തിന്റെ സേവകരാണ്, സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുബശ്ശിർ അഹമ്മദ് സാഹിബ് ബദർ നായിബ് സദർ ഉമൂമിയും ലോക്കൽ മുറബിയുമാണ്. 2ാമത്തെ മുക്കറം താഹിർ അഹമ്മദ് സാഹിബ് ബദർ നായിബ് നാസിർ ബൈത്തുൽ മാൽ ഖർച്ചാണ്. ഒരു മരുമകൻ മുനീർ അഹമ്മദ് ഹാഫിസാബാദി വക്കീൽ ആല തെഹ്രീക്ക് ജദീദ് ആണ്. 2ാമത്തെ മരുമകൻ ഷംസുദ്ദീൻ സാഹിബ് മുഅല്ലിമായി ജോലി ചെയ്യുന്നു. മർഹൂമ മൂസിയായിരുന്നു. ബഹിഷ്തി മക്ബറ കാദിയാനിൽ ഖബറടക്കം നടന്നു. അള്ളാഹു മർഹൂമയോട് മഗ്ഫിറത്തോടു കൂടി പെരുമാറട്ടെ, സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ, തന്റെ തൃപ്തിയുടെ സ്വർഗത്തിൽ സ്ഥാനം നൽകട്ടെ. അള്ളാഹുരുടെ കുടുംബത്തിന് സഹനം കൈക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇവരുടെ നന്മയെ നിലനിർത്തുവാനും തൗഫീക്ക് നൽകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله
إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر